ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ജയനും പ്രിയയും കൂടെ നടത്തിയ നല്ല ഗംഭീരമായ നാടകമുണ്ടല്ലോ, അത് നമ്മുടെ വേണുവേട്ടൻ ശരിക്ക് പൊളിച്ചടുക്കി ജയൻ്റെ കയ്യിൽ തന്നെ അങ്ങ് കൊടുത്തു. ജയൻ പ്രിയോട് പറയാ, എടി നിന്റെ അച്ഛനും അമ്മയും ഒരു കാലത്ത് നന്നാകത്തില്ലടി, നീയും നന്നാകത്തില്ലടി. ജയേട്ടൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? നമ്മൾ രണ്ടുപേരുടെ ഒന്നിച്ചു നിന്നല്ലേ അച്ഛനെയും അമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയത്. നമ്മൾ വഴക്കുണ്ടാക്കുന്ന പോലെ അഭിനയിച്ചതല്ലേ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ജയേട്ടൻ എന്നോട് ശരിക്കും വഴക്കിടുവാണല്ലോ. വഴക്ക് പറയാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണോടി? ദാണ്ട ജയേട്ടാ, വെറുതെ മനസ്സിൽ ആഗ്രഹിക്കുന്നതൊക്കെ നടന്നില്ലെന്നും പറഞ്ഞ് ഈ പ്രിയയുടെ മെക്കിട്ട് കയറിയാലുണ്ടല്ലോ വിവരം അറിയും. എൻ്റെ ദൈവമേ, ഉള്ള സമാധാനം കൂടെ പോയല്ലോ. അളിയനെ കൊണ്ട് ഞാൻ എങ്ങനെ ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കും? രാജുവാണെങ്കിൽ ഉറക്കം വരാതെ മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. രാജുവിൻ്റെ മനസ്സിൽ ഋതികയോടുള്ള പ്രണയം തുടങ്ങിയെന്നാ തോന്നുന്നു. ഋതിക രാജുവിൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ രാത്രിയിൽ അവർ ഒരുമിച്ചിരുന്ന് വർത്തമാനങ്ങൾ പറഞ്ഞതും കട്ടിൽ നിന്ന് അറിയാതെ ഋതിക പെട്ടെന്ന് രാജുവിൻ്റെ നെഞ്ചത്തോട് വീണതും അതൊക്കെ രാജുവിൻ്റെ മനസ്സിലിങ്ങനെ ഓടിയെത്തുവാണ്. രാജുവിന് ഋതികയോടുള്ള പ്രണയം അവൻ്റെ അസ്ഥിക്ക് പിടിച്ചെന്നാ തോന്നുന്നത്. രാജു സ്വയം പറയുവാണ്, ഋതിക മേഡം, ഞാൻ മേഡത്തിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ മിസ്സിങ്ങിനെയാണോ ഇനി പ്രണയമെന്ന് പറയുന്നത്? രാജു നാണത്തോടെ പറയുന്നു, എനിക്കറിയില്ല. ഒരാൾ നമ്മളിൽ നിന്ന് അകലുമ്പോഴാണ് അവരെത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നെന്ന് മനസ്സിലാകുന്നത്. ഋതിക മേഡം ഈ വീട്ടിൽ നിന്ന് പോയപ്പോഴാണ് ഋതിക മേഡത്തിൻ്റെ പ്രസൻസ് എനിക്ക് എത്രത്തോളം വിലപ്പെട്ടതായിരുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഋതിക മേഡം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ഇത് കറക്റ്റായിട്ടും പ്രണയം അസ്ഥിക്ക് പിടിച്ചത് തന്നെ. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ ഋതിക മേഡത്തിനെ. ആ സമയത്ത് ഋതികയ്ക്ക് ഉറക്കം വരുന്നില്ല. ഋതിക രാജുവിനെ വിളിക്കുവാണ്. അയ്യോടാ, മേഡം എന്താ ഈ സമയത്ത് എന്നെ വിളിക്കുന്നത്? എന്താ മേഡം വിളിച്ചത്? ഒന്നുമില്ല രാജു. രാജു ഉറങ്ങുമായിരുന്നോ? ഇല്ല മേഡം, ഞാൻ ഉറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചാലേ രാജു സത്യം പറയുമോ? ഞാൻ ആ വീട്ടിൽ ഇപ്പോൾ ഇല്ലാത്തതേ ആ വീട്ടിലുള്ളവർക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് രാജുവിന് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തുത്തരം പറയണമെന്നറിയാതെ രാജു ഇങ്ങനെ തടുമാറുവാണ്. അതെന്താ മേഡം? അപ്പോൾ രാജുവിനും ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലേ? രാജുവിന് എന്നെ മിസ് ചെയ്യുന്നുണ്ടില്ലേ? ഈശ്വര, എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഈ ഋതിക മേഡം എങ്ങനെ മനസ്സിലാക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല മേഡം. വർമ്മ സാറിൻ്റെ ഇഷ്ടത്തിന് മേഡം അവിടെ ഉണ്ടാകുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെയാണോ രാജു? എങ്കിൽ ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്. അങ്ങനെ രാജുവിനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. അവൻ്റെ മനസ്സിലിരിക്കുന്ന എന്താ ഇവൻ തുറന്നു പറയാത്തത് എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഋതിക അവനൊരു മെസ്സേജ് ഇടുവാണ്. രാജു, ശരിക്കും എന്നെ മിസ് ചെയ്യുന്നില്ലേ? മേഡം, എനിക്കറിയില്ല എന്നാണ് അവൻ തിരിച്ച് മെസ്സേജ് ഇടുന്നത്. അതെന്താ രാജു അറിയാത്തത്? ഋതികയുടെ ആ മെസ്സേജിന് അറിയാതെ രാജുവിൻ്റെ കയ്യിൽ നിന്ന് ലവ് ചിഹ്നമാണ് അങ്ങോട്ട് പോയത്. അയ്യോ, മേഡത്തിന് ലവ് ചിഹ്നം പോയല്ലോ എന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് രാജു അത് ഡിലീറ്റ് ചെയ്യുവാണ്. അത് കണ്ടിട്ട് ഋതിക ചോദിക്കുന്നത്, എന്തിനാ അത് ഡിലീറ്റ് ചെയ്തത്? അത് എൻ്റെ കൈതട്ടി അറിയാതെ വന്നതാണ് മേഡം എന്നിങ്ങനെ രാജു തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ്. ആ ലവ് ചിഹ്നം അയച്ചത് വളരെ മോശമായിപ്പോയി. മേഡം എന്ത് വിചാരിച്ചു കാണും? എടാ രാജു, നീ വളരെ മോശമാടാ കാണിച്ചത് എന്ന് രാജു തന്നെ സ്വയം പറയുവാണ്. രാവിലെ ഋതിക കുളിച്ച് ഭഗവാന് വിളക്കൊക്കെ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുവാണ്. ഭഗവാനെ, എൻ്റെ അച്ഛൻ്റെ ഇലക്ഷൻ റിസൾട്ട് ഇന്നാണേ. ഭഗവാൻ അറിയാലോ, എൻ്റെ അച്ഛൻ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവരോടൊപ്പം ശക്തമായി നിൽക്കുന്ന ആളാണ്. ഇനിയും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവരോടൊപ്പം നിൽക്കാൻ വേണ്ടി എൻ്റെ അച്ഛനോട് അവസരം നൽകണേ. ഈ ഇലക്ഷനിൽ എൻ്റെ അച്ഛൻ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കണേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണേ എന്നൊക്കെ ഋതിക അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. അംബികയുടെ ഗോഡവണിൽ പത്മാവതിയെ കൈയെല്ലാം ബന്ധിച്ചിങ്ങനെ ഇരുത്തിയിരിക്കുവാണ്. പത്മാവതിക്ക് ബോധവുമില്ല. അംബിക ഇങ്ങനെ പത്മാവതിയുടെ മുന്നിൽ നിന്ന് പറയുക, പത്മാവതി, നീ ഇങ്ങനെ അങ്ങ് എപ്പോഴും മയങ്ങിക്കിടന്നാൽ മതിയോ? നിനക്കൊന്ന് ഉണരണ്ടേ? അവിടെ കാവൽ നിർത്തിയിരിക്കുന്ന ഗുണ്ടയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് അംബിക പത്മാവതിയുടെ മുഖത്ത് തളിച്ച് ഉണർത്തുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. പത്മാവതി, നിനക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടല്ലോ. ഭർത്താവിനെയും മകളെക്കുറിച്ചൊക്കെ ഓർത്ത് തല കുറച്ച് ചൂടാക്കിയതല്ലേ നീ? ഇനി കുറച്ചു കാലമേ നീ സമാധാനമായിട്ട് അങ്ങോട്ട് റെസ്റ്റ് എടുത്തോ. ഞാൻ നിനക്ക് റിട്ടയർമെൻറ്റ് ലൈഫില്ലേ, അത് കുറച്ച് നേരത്തെ അങ്ങ് തന്നിരിക്കുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു ഉപകാരം. എന്താ, നിനക്ക് സന്തോഷമായില്ലേ? പത്മാവതി ചോദിക്കുന്നു, എൻ്റെ ജീവിതം വെച്ച് കളിച്ച് നിങ്ങൾക്ക് മതിയായില്ലേ? എല്ലാം മതിയാക്കി നിന്നെ ഞാൻ പറഞ്ഞതയച്ചതല്ലായിരുന്നോ? ഇങ്ങനൊരു മുറി എൻ്റെ കൈക്കുള്ളിൽ വന്ന് കയറിയത് നീയല്ലയോടി? അവൾ തിരിച്ചു വന്നിരിക്കുന്നു. നിന്റെ ജീവൻ കയ്യിലെടുത്ത് കളിക്കും ഈ അംബിക. ഇത്രയും ക്രൂരയാകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു?
നിങ്ങളൊരു മനുഷ്യ സ്ത്രീ തന്നെയാണോ? അല്ലടി, അത് നിനക്കറിയില്ലായിരുന്നോ? അംബിക ദേവഗണവും മനുഷ്യഗണവും ഒന്നും അല്ല, അസുരഗണമാണ്. ലങ്കാരാജ്യത്തിന്റെ അധീപനായ 10 തലയുള്ള രാവണന്റെ സഹോദരി ശൂർപ്പണഖ. ശൂർപ്പണഖയ്ക്ക് സ്വന്തം രാജ്യത്തോടും രാജ്യത്തിന്റെ ഭരണത്തോടും കുറച്ചുകൂടെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലേ ശൂർപ്പണഖയായിരുന്നു ആ രാജ്യത്തിന്റെ മേലധികാരി. പിന്നെ ഒരു ശ്രീരാമനും കടൽ കടന്ന് ലങ്കയിലോട്ട് വരില്ലായിരുന്നു. അധികാരമോഹം, അതെ, തോന്നേണ്ടവർക്ക് തോന്നിയാൽ പിന്നെ നടക്കുന്നതേ ചരിത്രമായിരിക്കും പത്മാവതി. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പ്രതാപേട്ടനെ നിങ്ങളുടെ വലയത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകില്ലായിരുന്നു. സ്വത്തും പണവും മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നാ ഞാൻ കരുതിയിരുന്നത്. പ്രതാപേട്ടനിൽ നിന്നും സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾ അപഹരിച്ചാലും അവസാനത്തെ ഒരു തരി സ്വത്തും നിങ്ങൾ സ്വന്തമാക്കിയാലും നഷ്ടപ്പെട്ടതിൻ്റെ 100 ഇരട്ടിയായി ആ മനുഷ്യന് തിരികെ ലഭിക്കും. അതെൻ്റെ പ്രതാപേട്ടന് ജന്മനാ കിട്ടിയ ഭാഗ്യമാണ്. പക്ഷെ നിങ്ങൾക്ക് സ്വത്തും പണവും മാത്രം പോരാ, എൻ്റെ മകളെയും വേണം. ഇപ്പോൾ അതും കഴിഞ്ഞ് അധികാരത്തിൻ്റെ അടങ്ങാത്ത മോഹവും. ഇതൊക്കെ നിങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. എന്ത് ചെയ്യാനാ പത്മാവതി? നമുക്കൊരു ജീവിതമല്ലേ ഉള്ളു. ജീവിക്കുമ്പോൾ എല്ലാം അനുഭവിച്ച് വേണ്ടേ ജീവിക്കാൻ? എങ്കിലല്ലേ നമ്മുടെ ജീവിതാവസാനം സമാധാനപരമായി നിത്യശാന്തിയിലോട്ട് ലയിക്കാൻ പറ്റത്തുള്ളൂ. നിത്യശാന്തിയോ? അത് നിങ്ങൾക്കോ? ഇന്ന് ഇത്രയധികം ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇനിയും 100 വർഷം കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കും. അത് ജീവിച്ച് തീർന്നാൽ പിന്നെയും നിങ്ങളുടെ ആഗ്രഹം അടങ്ങില്ല. നിങ്ങൾ നിങ്ങളുടെ അടങ്ങാത്ത ആർത്തിയുണ്ടല്ലോ, അതിന് അറുതി വരുത്തിയില്ലെങ്കിൽ അത് നിങ്ങളുടെ സർവനാശത്തിനും കാരണമാകും. നിങ്ങൾക്കൊരു മകനുണ്ട്, അവൻ്റെ മുന്നിൽ ഒരു ജീവിതമുണ്ട്. അവനിലൂടെയാ നാളെ നിങ്ങളുടെ തലമുറ വളർന്നു വരണമെന്നുള്ള ബോധം പോലും ഇല്ലാത്ത വെറും ബുദ്ധിശൂന്യാ നിങ്ങൾ. ആഹാ, കൊള്ളാവല്ലോ പത്മാവതി. നീ സംസാരിച്ച് ഭീഷണിയുടെ രൂപത്തിൽ എന്നെ ഉപദേശിക്കുവാണെന്നാണല്ലോ തോന്നുന്നത്. ഇതേ ഉപദേശമല്ല, മുന്നറിയിപ്പാ. നാശത്തിൻ്റെ പടുകുഴിയിലിട്ട് നടന്നു പോകുന്ന ഒരാൾക്ക് ജീവിതം എന്താണെന്ന് പഠിച്ച മറ്റൊരാളുടെ താക്കീത്. നീയേ ബുദ്ധിയുള്ളവളാടി, പക്ഷേ നിന്റെ ഈ ബുദ്ധിയൊന്നുമേ ഈ അംബികയുടെ തലയിൽ കയറില്ല. കാരണം എന്താന്ന് നിനക്കറിയില്ലേ? ഈ അംബികയെ ജയിക്കാനായിട്ട് ജനിച്ചവളാ. നീയേ തോക്കാനും തോറ്റോടാനും മാത്രം ജനിച്ചവളാ. ഓരോ ജന്മങ്ങൾക്കും ഓരോ കാരണങ്ങളുണ്ട് പത്മാവതി. അംബികയുടെ സിരയിൽ കൂടെ ഓടുന്നതേ രാജരക്തവാ. അപ്പോൾ അധികാരം, അതിൻ്റെ രുചി ഒന്ന് അനുഭവിച്ചിട്ടേ അംബിക ഈ ഭൂമിയിൽ നിന്നും മടങ്ങും. പിന്നെ പത്മാവതി, നീ ഇങ്ങനെ ഒരേ ഈ ഒരു മുറിയിൽ തന്നെ ഇരിക്കുന്നോണ്ടേ പുറത്ത് നടക്കുന്നതിനെക്കുറിച്ചുള്ള അറിവുകളൊന്നും നിനക്കിപ്പോൾ ഉണ്ടായിരിക്കില്ലേ? രാവും പകലിൻ്റെ വ്യത്യാസം പോലും തിരിച്ചറിയാൻ വയ്യാത്ത നിനക്ക് പിന്നെ എന്ത് പുറം ലോകം? എടി പത്മാവതി, ഇന്നേ നിന്റെ ഭർത്താവിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണ്. അവൻ തോറ്റു എന്നുള്ള വാർത്ത കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഈ അംബിക ഇരിക്കുന്നത്. അവൻ തോറ്റാൽ പിന്നെ പാർട്ടിയെ അടുത്ത പ്രാവശ്യം എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തും. അതിനുള്ള ചരടൊക്കെ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് പത്മാവതി. ക്ഷേത്രങ്ങളൊക്കെ ഈ അംബിക കയറിയിറങ്ങി നടന്ന് പ്രാർത്ഥിക്കുന്നതേ പ്രതാപൻ ജയിക്കാൻ വേണ്ടിയാണെന്നാ ചിലരൊക്കെ ധരിച്ചിരിക്കുന്നത്. പക്ഷെ അതങ്ങനല്ല. പ്രതാപൻ തോൽക്കണം. അവൻ്റെ തോൽവിയിൽ ചവിട്ടി നിന്നോണ്ട് വേണം ഈ അംബികയ്ക്ക് ജയിക്കാൻ. എന്നാലേ നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എൻ്റെ ഭർത്താവ് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയതേ സമ്പാദിച്ചു കൂട്ടാനല്ല, തന്നിലേക്ക് വരുന്ന നന്മകളും സമ്പാദ്യങ്ങളും അത് മുഴുവൻ നാടിനും നാട്ടുകാർക്കും പകർന്നു നൽകാനാ. അത് നല്ലതുപോലെ അറിയാവുന്ന ഈ നാട്ടിലെ ഓരോ പൗരനും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതേ പ്രതാപവർമ്മയുടെ പേരിലായിരിക്കും. നമുക്ക് കാണാവടി. നമുക്ക് കാണാം. അവിടെ കിടന്ന അംബിക അത്രയൊക്കെ പത്മാവതിയുടെ മുൻപിൽ ആടിത്തുള്ളിയിട്ട് അങ്ങ് പോവുകയാണ്. അംബിക വന്ന മകനോട് പറയുക, എടാ റിസൾട്ട് വരാൻ പോവുക, പ്രതാപൻ തോൽക്കണമെന്നാ എൻ്റെ ആഗ്രഹം. അമ്മേ, അതൊന്നും നമ്മൾ കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. കാരണം അമ്മാവനെ അത്രയ്ക്ക് ജനപിന്തുണയുണ്ട്. സാധാരണ രാഷ്ട്രീയക്കാരെ ഈ പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും, പക്ഷെ ചെയ്യില്ല. എന്നാൽ അമ്മാവൻ അങ്ങനെയല്ല. ഓരോന്നും എത്ര റിസ്ക് എടുത്തിട്ടായാലും അമ്മാവൻ അതെല്ലാം ചെയ്തിരിക്കും. അതുകൊണ്ടേ ജനങ്ങൾക്കൊക്കെ അമ്മാവനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മാവൻ തോൽക്കാൻ യാതൊരു ചാൻസും ഇല്ല. എടാ, പ്രതാപൻ ഇപ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സമാണ്. കാരണം എൻ്റെ ആഗ്രഹമേ ഒരു MLA സ്ഥാനമോ മന്ത്രിസ്ഥാനമോ ഒന്നും അല്ല, മുഖ്യമന്ത്രി സ്ഥാനമാണ്. കേരളത്തിലെ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒരു സ്ത്രീക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം.
ഈ കേരളത്തിൽ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാകുന്നെങ്കിൽ അത് ഈ അംബികയായിരിക്കണം. അയ്യോ അമ്മേ, അപ്പോൾ പിന്നെ ഞാനാരാ? മന്ത്രിപുത്രൻ. വെറും മന്ത്രിപുത്രനല്ല, മുഖ്യമന്ത്രി പുത്രൻ. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അമ്മേ നമുക്കത് നേടിയെടുക്കണം. അങ്ങനെ അമ്മയും മകനും ഒരിക്കലും നടക്കാൻ സാധ്യമല്ലാത്ത ഒരു വലിയ ആഗ്രഹത്തിൽ ഇങ്ങനെ മുഴുകി നിൽക്കുവാണ്. അങ്ങനെ ഇലക്ഷൻ റിസൾട്ടുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരൊക്കെ പ്രതാപവർമ്മയുടെ വീട്ടിൽ വന്ന് ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അംബികയും മകൻ ദീപക് കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നു, അല്ല അംബിക മാഡം ഇതെവിടെ പോയിട്ട് വരുന്നു? അതെ, ഞാൻ ക്ഷേത്രത്തിൽ വരെ ഒന്ന് പോയതാ, പ്രതാപന് വേണ്ടി മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചു. അതിലൊരു മൂടൻ പറയുക, അംബിക മാഡത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുവോ? വർമ്മ സാറിനെ നല്ല ലീഡുണ്ട്, അത് പിന്നെ ഉണ്ടാകാതിരിക്കുവോ? എൻ്റെ അനിയനല്ലേ അവൻ. ഇനി അംബിക മാഡം കൂടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ മതി, അത് ഓർക്കുമ്പോഴേ രോമാഞ്ചം കൊള്ളുക. അത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ യാമിനി ഒരു ആക്കി ചുമ അങ്ങോട്ട് ചുമയ്ക്കുന്നുണ്ട്. അത് അംബികയ്ക്ക് നല്ലതുപോലെ മനസ്സിലായി. അംബിക ചോദിക്കുക, എന്താ യാമിനി പെട്ടെന്നൊരു ചുമ? അവർ എന്നെക്കുറിച്ച് പറഞ്ഞത് നിനക്കെന്താ തീരെ ഇഷ്ടമായില്ലേ? അപ്പോൾ പ്രതാപൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അംബിക ഭയങ്കര സ്നേഹപ്രകടനം. എന്താ പ്രതാപ നീ താഴോട്ട് ഇറങ്ങി വരാൻ താമസിച്ചത്? വേണ്ടേ, ഇവരെത്ര നേരം കൊണ്ട് നിന്നെ കാത്തിരിക്കുവാന്നറിയാവോ? അതിലെന്തിരിക്കുന്നു ചേച്ചി, ഞാൻ കുറച്ച് ലേറ്റാകുമെന്ന് ഞാൻ ഇവരോട് നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ, അല്ലേടോ? ഇലക്ഷൻ റിസൾട്ട് ഓർത്തിട്ട് സാറിന് ടെൻഷനൊന്നും കാണില്ല. പക്ഷേ ഞങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഇരിക്കപ്പുറതിയില്ല സാറേ. പുറത്തൊരുപാട് പേര് സാറിനെ കാണാൻ വന്ന് നിൽക്കുവാണ്, മീഡിയക്കാരും എല്ലാം വന്നിട്ടുണ്ട്. സാർ അവരെയൊക്കെ ഒന്ന് കാണണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രോഹനും അവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അങ്ങോട്ട് വരുവാണ്. അവരെ കണ്ടതും അംബികയുടെയും മകൻ്റെയും മുഖം കടന്തൽ കുത്തിയ പോലെയായി. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപൻ്റെ വിജയവും അംബികയുടെ തോൽവിയും രോഹൻ്റെ പ്രണയവും ഋതികയുടെ ദേഷ്യവും എല്ലാം നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.